ആത്മാവില്ലാത്ത അമാനുഷിക ശക്തിയാൽ ചലിക്കപ്പെടുന്ന ശവശരീരങ്ങളെയാണ് സോംബി എന്ന് വിളിക്കുന്നത്. ഹോളിവുഡ് സിനിമകളിൽ മനുഷ്യമാംസം ഭക്ഷിക്കുന്ന, മരിച്ചവരും എന്നാൽ ജീവനുള്ളവരുമായ ഇത്തരം സോംബികളെ നമുക്ക് ഒട്ടനവധി സിനിമകളിൽ കാണാനായി സാധിക്കും. ഹെയ്തിയൻ നാടോടി കഥകളിൽ നിന്നാണ് ഈ ഒരു പദം ആദ്യമായി ലോകത്തിലെത്തുന്നത്. വെസ്റ്റ് ഇന്ത്യൻ നീഗ്രോകൾക്കിടയിലെ ഒരു മതമാണ് വൂഡോ. ഇതിലെ പുരോഹിതർ, അതായത് ഹൗങ്കൺസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഇവർക്ക് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള കഴിവുണ്ടെന്നാണ് ആ നാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. ഹൗങ്കൺസ് എന്നറിയപ്പെടുന്ന ഈ പുരോഹിതർ ശവശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോഷ്ടിച്ചെടുത്ത് വികാര വിചാരങ്ങളില്ലാത്ത ഒരു യാന്ത്രിക മനുഷ്യനെ പുനഃസൃഷ്ടിക്കുന്നു. പിന്നീട് ആ ജീവി അതിന്റെ യജമാനന്റെ അടിമയായി അവന്റെ ആജ്ഞകളനുസരിച്ച് കഴിയുന്നു. ഈ ഒരു ആശയം ആദ്യമായി തുറന്നു കാട്ടപ്പെടുന്നത് WB ഡി ബ്രൂക്കിന്റെ ദി മാജിക് ഐലൻഡ് എന്ന 1929 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലൂടെയാണ്. പിന്നീട് ഡോൺ ഓഫ് ദി ഡെഡ് എന്ന 1978 ഇറങ്ങിയ സിനിമയിലൂടെയും 1985 ഇറങ്ങിയ ദി റിട്ടേൺ ഓഫ് ദി ലിവിംഗ് ഡെഡ് തുടങ്ങിയ സിനിമകളിലൂടെയും സോംബി എന്ന പദത്തിന് വലിയൊരു ജനശ്രദ്ധ ലഭിച്ചു. 1983 മൈക്കൽ ജാക്സൺ മ്യൂസിക്കൽ വീഡിയോ ആയ ത്രില്ലർ, അതിലും സോംബിയെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് ഒരു കാലഘട്ടത്തിന് ശേഷം ഹോളിവുഡ് സിനിമകളിൽ നിന്ന് ഈ ഒരു സോംബി കഥകൾ അല്പം ഒന്ന് വിടവാങ്ങി. പിന്നീട് 1990കളുടെ മധ്യത്തിൽ റെസിഡന്റ് ഈവിൾ, ദി ഹൗസ് ഓഫ് ദി ഡെഡ് തുടങ്ങിയ വീഡിയോ ഗെയിമുകൾ പുറത്തിറങ്ങി. പ്രധാന ശത്രുക്കളായി സോംബികൾ എത്തുന്ന ആ വീഡിയോ ഗെയിംസിന് വലിയൊരു ജനശ്രദ്ധയാണ് ലഭിച്ചത്. പിന്നീടും ഒത്തിരി സിനിമകൾ പുറത്തിറങ്ങി. 2000ന്റെ അവസാനത്തിലും 2010ന്റെ ആദ്യത്തിലുമായിരുന്നു അത്. അതിൽ സോംബികൾക്ക് വ്യത്യസ്ത മാനങ്ങളാണ് ലഭിച്ചത്. സോംബികളെ കൂടുതലായി സുഹൃത്തുക്കളായും മനുഷ്യർക്ക് പ്രിയപ്പെട്ടവരായും ചിത്രീകരിക്കപ്പെട്ടു. ഇന്നും സിനിമാ രംഗത്തും ജനമനസ്സുകളിലും സോംബി എന്ന വാക്ക് വലിയൊരു തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.